ഹലോ മക്കളെ, നമ്മുടെ 12th സ്റ്റാൻഡേർഡിൽ ബിസിനസ് സ്റ്റഡീസ് ടെക്സ്റ്റ് ബുക്കിലെ വൺ ഓഫ് ദ ലെങ്തിയസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്ററാണ് ഡയറക്റ്റിംഗ് ചാപ്റ്റർ അല്ലേ. ആ ഡയറക്റ്റിംഗ് ചാപ്റ്ററിൽ സ്ഥിരം എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാസ്ലോന്റെ നീഡ് ഹയറാർക്കിക്കൽ തിയറി എന്ന് പറയുന്ന ഒരു ചോദ്യം അല്ലേ. മാസ്ലോന്റെ ഇതുപോലത്തെ ഒരു പിരമിഡ് വരച്ചിട്ട് ഈ ഒരു 5 സ്റ്റെപ്പുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാസ്ലോ അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ തിയറി എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പിലും ഓരോ മനുഷ്യർ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതിന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ 5 സ്റ്റെപ്പാക്കി മാറ്റുകയാണ് ചെയ്തത് അല്ലേ. ഈ 5 സ്റ്റെപ്പ് പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റെപ്സ് പഠിക്കുന്നത് പോലെ കൃത്യമായിട്ട് എന്ത് വേണം, ഓർഡറിൽ തന്നെ പഠിക്കേണ്ടതുണ്ട്. ഏറ്റവും താഴെ എന്താണ് ഫിസിയോളജിക്കൽ ഓർ ബേസിക് എന്നുള്ളതും സേഫ്റ്റി, ബിലോങ്ങിങ്, എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ള ഓർഡറിൽ തന്നെ പോകേണ്ടതുണ്ട്. ചിലപ്പോൾ കുട്ടികൾക്ക് ഇത് പഠിക്കുമ്പോൾ ഇത് ഓർമ്മയുണ്ട്, ഓർഡർ തെറ്റിപ്പോകുന്ന പ്രശ്നം ഉണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ന്യൂമോണിക്സിലൂടെ ഇത് പഠിക്കാം. എന്താ പറയുന്നത്, പാർട്ട് ഓഫ് സ്റ്റുഡൻസ് ബിലീവ് എവറിത്തിങ് സ്ലോലി എന്ന് ആലോചിച്ച് വെക്കുക. എന്താണ്, കുറച്ച് കുട്ടികൾ എല്ലാം മെല്ലെ വിശ്വസിക്കുള്ളൂ എന്നുള്ളത് ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ടുണ്ടാവും. പാർട്ട് ഓഫ് സ്റ്റുഡൻസ് ബിലീവ് എവറിത്തിങ് സ്ലോലി. ഈ ഒരു ഓർഡർ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു സെന്റൻസ് ആണ് ഇത് കേട്ടോ. എന്താണ്, പാർട്ട് ഓഫ് സ്റ്റുഡൻസ് ബിലീവ് എവറിത്തിങ് സ്ലോലി. എന്താ പറയുന്നത്, പാർട്ട് ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളത് നേരെ താഴത്തുനിന്നാണ് ഞാൻ തുടങ്ങുന്നത്. പി എന്ന് പറയുന്നതാണ് ഫിസിയോളജിക്കൽ നീഡ് അല്ലെങ്കിൽ നമ്മുടെ ബേസിക് നീഡിനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റുഡൻസിന്റെ എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡാണ്. മൂന്നാമത് ബിലീവിന്റെ ബി ബിലോങ്ങിങ് ഓർ സോഷ്യൽ നീഡ്. എവറിത്തിങ്ങിന്റെ ഈ പറയുന്നത് എസ്റ്റീം നീഡാണ്. ആൻഡ് സ്ലോലി എന്ന് പറയുന്നതിന്റെ എസ് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. അപ്പോൾ ആ ഒരു ഓർഡർ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് താഴത്തിന് മേലോട്ടാണ് നമ്മുടെ ഓർഡർ സ്റ്റെപ്പ്. സാധാരണ 1, 2, 3 എന്ന് പറയല്ലേ. പക്ഷേ മാസ്ലോയുടെ നീഡ് ഹയറാർക്കിക്കൽ തിയറി നമുക്കറിയാം, താഴെ നിന്ന് ഇങ്ങനെ മേലോട്ടില്ലേ. ആദ്യം ഇതെന്ന് പറഞ്ഞിട്ട് ആ പിരമിഡുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ്, പാർട്ട് ഓഫ് സ്റ്റുഡൻസ് ബിലീവ് എവറിത്തിങ് സ്ലോലി അല്ലെങ്കിൽ മെല്ലെ എന്ത് ചെയ്യുള്ളൂ, കുട്ടികൾ വിശ്വസിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. പക്ഷേ ഇതിൽ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ തന്നെ നമുക്ക് അവിടെ എവിടെയാക്കി എഴുതാൻ പറ്റില്ല, ഈ ഒരു ഓർഡറിൽ തന്നെ എഴുതണം. ഓക്കെ, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് എന്തായാലും ഇതെന്താന്ന് മാത്രം 2 മാർക്കിനല്ല ചോദിക്കുക, ഒരു 5 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പിരമിഡ് വിത്ത് ദ ഡയഗ്രാം എന്ന് പറയുകയാണെങ്കിൽ ഇതുപോലൊരു ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആൻസർ ചെയ്യാൻ. അതിൽ ഫസ്റ്റ് പറയുന്നു ഫിസിയോളജിക്കൽ നീഡാണ്. ഒരു മനുഷ്യൻ ഏറ്റവും ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ആഗ്രഹിക്കുന്ന നീഡ് എന്ന് പറയുന്നത് ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത് എന്ന് പറയുന്നതാണ്. അതാണ് മാസ്ലോ ഏറ്റവും ആദ്യം പറയുന്നത് ശാരീരിക അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഫിസിയോളജിക്കൽ നീഡിൽ പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ആഫ്റ്റർ ഹി അച്ചീവ്സ് ദാറ്റ്, അദ്ദേഹത്തിന് ഇത് 3 കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ് എന്നാണുള്ളത്. ഒരു കൃത്യമായ ജോലിയിൽ വേണം, ഒരു സ്ഥിരം വരുമാനം വേണം, സേവിങ്സിലേക്ക് മാറ്റുന്നു എന്നൊക്കെയുള്ളത് സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള സേഫ്റ്റി, സുരക്ഷാ ആവശ്യകതകൾ വരുന്നു. മൂന്നാമതായിട്ട് വരുന്നു സോഷ്യൽ ഓർ ബിലോങ്ങിങ് നീഡ്സ് എന്ന് പറഞ്ഞിട്ട് സാമൂഹിക ആവശ്യങ്ങളെ കുറിച്ച് പറയുന്നു. ഒരു ഫാമിലി വേണം, ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം, സൊസൈറ്റിയുമായി ബന്ധം വേണം എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നുന്നു. ആൻഡ് ഗോയിങ് ദ എസ്റ്റീം നീഡ്സിലേക്ക് പോകുന്നു. അവിടെ എന്താണ്, ആത്മാഭിമാന ആവശ്യങ്ങളാണ്. എന്നെ ആരും റെസ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ, എന്നെന്താ ആർക്കൊരു മൈൻഡ് ഇല്ലാത്തത്, ഞാൻ ഇത്ര വലിയ ആളല്ലേ എന്ന് സൊസൈറ്റിയിൽ നിന്നൊരു അംഗീകാരം കിട്ടാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുന്നു. ആൻഡ് ലാസ്റ്റ് വൺ ഹീസ് കോൾഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. എല്ലാം നേടിക്കഴിഞ്ഞൊരു സിറ്റുവേഷനാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഓർഡറിൽ തന്നെ എങ്ങനെ ഈ ന്യൂമോണിക്സ് വെച്ചിട്ട് പാർട്ട് ഓഫ് സ്റ്റുഡൻസ് ബിലീവ് എവറിത്തിങ് സ്ലോലി. നിങ്ങൾ ആലോചിച്ചാൽ മതി, മാസ്ലോന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമുക്കിത് വിശ്വസിക്കാൻ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ. ഞാൻ മെല്ലെ വിശ്വസിച്ചിട്ടുള്ളൂ, കാരണം എന്താ, ഈ പറഞ്ഞതുപോലൊന്നും അല്ല നമുക്ക് കാര്യങ്ങളൊന്നും തോന്നും അല്ലേ. അപ്പോൾ എന്താണ് പറയുന്നത്, അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ പാർട്ട് ഓഫ് സ്റ്റുഡൻസ് ബിലീവ്സ് എവറിത്തിങ് സ്ലോലി എന്നാണ് പറയുന്നത്. ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, ബിലോങ്ങിങ് നീഡ്, എസ്റ്റീം നീഡ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് PSBES അല്ലേ, ജസ്റ്റ് PS അല്ലേ, നമ്മൾ പ്ലേ സ്റ്റേഷൻ ആലോചിക്കുക, PSBES എന്ന് ആലോചിച്ചാലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആലോചിക്കും. ഇനിയിപ്പോൾ സെൻറ്റൻസ് ആണെങ്കിൽ പാർട്ട് ഓഫ് സ്റ്റുഡൻസ് ബിലീവ് എവറിത്തിങ് സ്ലോലി എന്ന് എന്ത് ചെയ്യുക, ആലോചിച്ച് വെച്ചേക്കുക. എല്ലാം വിശ്വസിക്കാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ളത് ആലോചിച്ചാൽ മതി എന്നുള്ളതാണ്. കമ്മിങ് ടു ദ ബൂസ്റ്റർ ബാച്ച്, നമ്മുടെ +2 വേണ്ടിയിട്ട് നമ്മൾ എന്തിൻ്റെ ബൂസ്റ്റർ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. നിങ്ങൾക്ക് ഇപ്പോഴെന്ത് ചെയ്യാം, ചെറിയൊരു ഫീസോട് കൂടിയിട്ട് നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. 1,999 റുപ്പീസിനാണ് നമ്മുടെ ബാച്ച് ഉള്ളത്. ഈ ജാനുവരി 31st വരെ മാത്രമാണ് ഈ ഓഫർ ഉള്ളത്. ഇതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒരുപാട് ക്വസ്റ്റ്യൻസും അതേപോലെ സൂം ലൈവുകളും ഡൗട്ട് ക്ലിയറൻസും ഒക്കെ ആയിട്ട് ഒരുപാട് ഫെസിലിറ്റീസ് ആണുള്ളത്. താഴെയുള്ള ലിങ്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതി. ലിങ്ക് എന്ന് പറയുന്ന ഒരു ഗൂഗിൾ ഫോം മാത്രമാണ്. ആ ഫോം ഫില്ല് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, എജുപോർട്ടിൽ നിങ്ങളെ വിളിച്ചോളും, കാര്യങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾ സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ മാത്രം ഫീസ് കൊടുത്തിട്ട് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ മക്കളെ, അടുത്തൊരു ടിപ്സുമായിട്ട് വരുന്നവരെ ഓക്കെ ബൈ.